ഹായ് വെൽക്കം ബാക്ക് ടു ടൗൺ ഗോ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന റോസ് കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം റോസ് വളർത്തുന്നവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട റോസുകളിൽ ഒന്നാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റോസ്. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം അന്നയുടെപ്പേരി ക്രീപ്പർ റോസാണ് കേട്ടോ. യെല്ലോ ക്രീപ്പറാണ്. നല്ലൊരു അടിപൊളി പ്ലാന്റാണ് കേട്ടോ യെല്ലോ ക്രീപ്പർ എന്ന് പറയുന്നത്. നിറയെ പൂക്കളും മുട്ടുകളും ഒക്കെ വരുന്നൊരു പ്ലാന്റാണ്. കുഞ്ഞിലേ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവുന്നൊരു പ്ലാന്റ് കൂടിയാണ്. ഞാൻ ഫസ്റ്റ് കാണിച്ചതാണ്. നിങ്ങളുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് അതായത് ഏകദേശം ഒന്നല്ല, ഓൾമോസ്റ്റ് എല്ലാത്തിലും പൂക്കളും മുട്ടുകളും ഒക്കെയുള്ള പ്ലാന്റ് തന്നെയാണ്. ഇത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സെയിം സൈസിനുള്ള പ്ലാന്റ് തന്നെയാണ് അയക്കുന്നത്. ഇതേ കണ്ടില്ല എന്തോരം പൂക്കളും മുട്ടുകളുമാണ് ഒരു പ്ലാന്റിലുള്ളതെന്ന്. മഞ്ഞ ക്രീപ്പറാണ്. മഞ്ഞ ക്രീപ്പർ റെയറാണ് കേട്ടോ. അന്നയുടെപ്പേരി എന്ന് പറയുന്ന പ്ലാന്റ് വളരെ റെയറാണ്. ഈ ക്രീപ്പർ റോസ് അന്വേഷിച്ചിട്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ഇടാറുണ്ട്. ഈ പ്ലാന്റ് ഒന്ന് സെയിലിന് കൊണ്ടുവരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് ഇടാറുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോഴും കുറച്ച് ദിവസമായിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് സെയിലിനായിട്ട് കൊണ്ടുവരാറുള്ളത്. നമ്മളിപ്പോൾ ആദ്യമൊക്കെ ഉണ്ടായിരുന്നത് വളരെ ചെറിയ തൈകളായിരുന്നു, അതുകൊണ്ടാണ് അത് സെയിലിന് ഇറക്കാതിരുന്നത്. പ്ലാന്റ്സ് ഒന്ന് നല്ലതുപോലെ വലിപ്പമാക്കിയ ശേഷമാണ് സെയിലിനായിട്ട് ഇറക്കുന്നത് കേട്ടോ. അപ്പോൾ തീരെ ചെറിയ പ്ലാന്റ്സ് അല്ല, കാരണം കുറച്ച് എക്സ്പെൻസീവായ പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തീരെ ചെറിയ പ്ലാന്റ്സ് നമുക്ക് സെയിൽ ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് പ്ലാന്റ്സ് നല്ലതുപോലെ വളർത്തി അത്യാവശ്യം നല്ല ഹെൽത്തി ആക്കിയ ശേഷം മാത്രമാണ് സെയിലിനായിട്ട് ഇറക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ളൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അന്നയുടെപ്പേരി എന്ന് പറയുന്നത്. വെറൈറ്റി മാത്രമല്ല, റെയർ കൂടെയാണ് കേട്ടോ. ഇതിൻ്റെ പ്ലാന്റ്സ് നമുക്ക് കിട്ടാനേ ഇല്ല. അങ്ങനത്തെ ഒരു വെറൈറ്റി കൂടെയാണ് അന്നയുടെപ്പേരി റോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തൈകളല്ല, അത്യാവശ്യം മെച്ചുറായിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട്. അന്നയുടെപ്പേരി റോസിൻ്റെ ഇത്രയും വലിപ്പമുള്ള ചട്ടിയിലാണ് കേട്ടോ ഈ പ്ലാന്റ്സ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഔട്ട്ലെറ്റിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഔട്ട്ലെറ്റിൽ നിന്നും പ്ലാന്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഔട്ട്ലെറ്റ് വരുന്നത് കാട്ടാക്കട അമ്പലത്തിങ്കരയാണ്. നമ്മുടെ പുതിയ ലോഡ് എത്തിയ ശേഷം മാത്രം നിങ്ങൾ ഗാർഡനിലേക്ക് വരിക. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരുന്ന വീഡിയോസ് നിങ്ങൾ കാണുക. എന്നാൽ മാത്രമേ നമ്മുടെ പുതിയ ലോഡ് എന്നാ എത്തുന്നതെന്നുള്ളത് ചാനൽ വഴിയിട്ടായിരിക്കും അപ്ഡേഷൻ ചെയ്യുന്നത്. എന്നിട്ട് മാത്രം നിങ്ങൾ ഗാർഡനിലേക്ക് വന്നാലേ നിങ്ങൾക്ക് പ്ലാന്റ്സ് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഔട്ട്ലെറ്റ് കുറച്ച് വെള്ളം ഇറങ്ങുന്ന ഇഷ്യൂ ആയിട്ട് നമ്മൾ ഗാർഡനിൽ പ്ലാന്റ്സ് ഇപ്പോൾ ഇറക്കുന്നില്ലായിരുന്നു. നമ്മൾ വേറൊരു പ്രോപ്പർട്ടിയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കൊറിയറെ. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മുടെ പഴയ പ്രോപ്പർട്ടി തന്നെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പ് ചെയ്യാം കേട്ടോ.